പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പം ഹൈ-ഫൈവിൽ നമ്മുടെ രാജ്യം തന്നെ ചർച്ച ചെയ്യുന്ന വലിയ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായ സ്ഫോടനത്തിൽ നിർണായക കണ്ടെത്തലുകൾ വരുന്ന മണിക്കൂറുകൾ കൂടിയാണിത്. പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. ചുരുളഴിക്കാൻ NIA. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോറൻസിക് സംഘത്തിന്റെ കണ്ടെത്തലുകളിൽ നിന്നും തുടങ്ങാം. നമുക്ക് ആദ്യം ഫോറൻസിക് സംഘത്തിന്റെ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ. ആദ്യത്തേത്, ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ഈ സ്ഫോടനത്തിൽ അമോണിയം നൈട്രേറ്റ് മാത്രമല്ല, ഉയർന്ന സ്ഫോടന നിലവാരമുള്ള വസ്തുക്കൾ കൂടി ഉപയോഗിച്ചു എന്നുള്ളൊരു നിർണായക കണ്ടെത്തൽ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു. ഫോറൻസിക് സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഈ സംഭവ സ്ഥലത്ത് നിന്നും ശേഖരിച്ച സ്ഫോടക വസ്തു സാമ്പിളുകളിലാണ് അമോണിയം നൈട്രേറ്റിനേക്കാൾ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള വസ്തുക്കൾ കണ്ടെത്തിയത്. മാത്രമല്ല, വ്യത്യസ്ത തരം സ്ഫോടക വസ്തുക്കളുടെ സാമ്പിളുകളും ഫോറൻസിക് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ഇത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ പരിശോധന നടത്തുകയാണ്. ഇവ സമഗ്രമായ ഫോറൻസിക് വിശകലനത്തിലേക്ക് അയച്ചു. ഈ റിസൾട്ട് ഉടൻ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ഫോടക വസ്തുവിന്റെ സ്വഭാവം ലബോറട്ടറി പരിശോധനകൾക്കു ശേഷമാകും സ്ഥിരീകരിക്കുക. അപ്പോഴായിരിക്കും ഈ എന്താണ് അവിടെ സംഭവിച്ചത്, ഏത് വസ്തുവാണ് ഉപയോഗിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ഇനി എല്ലാ സാമ്പിളുകളും, ഈ സ്ഫോടനത്തിന്റെ സ്വഭാവം അനുസരിച്ചുള്ള എല്ലാ സാമ്പിളുകളും FSL ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ സ്വഭാവവും ഉപയോഗിച്ച വസ്തുക്കളുടെ അന്തിമ റിപ്പോർട്ടിലൂടെ വ്യക്തമാകും. അന്തിമ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാകും. 2 കാട്രിഡ്ജുകൾ, അതേപോലെ തന്നെ ഒരു വെടിയുണ്ട, സ്ഫോടക വസ്തുക്കൾ എന്നിവയാണ് ഈ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയത്. ഇതെല്ലാം ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. സ്ഫോടന സ്ഥലത്ത് നിന്നും ശേഖരിച്ചത് പ്രധാനമായിട്ടും 2 കാട്രിഡ്ജുകളും ഒരു വെടിയുണ്ടയും മറ്റ് ലാർജ് എമൗണ്ട് ഓഫ് സ്ഫോടക വസ്തുക്കളും അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. മരിച്ചവരിൽ ചിലരുടെ ശരീരത്തിൽ ഒരു ക്രോസ് ഇഞ്ചുറി പാറ്റേൺ നിരീക്ഷിച്ചതായി അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഈ ക്രോസ് ഇഞ്ചുറി പാറ്റേൺ അത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ആളുകൾ ഭിത്തിയിലോ അതേപോലെ തന്നെ നിലത്തോ ചെന്നിടിച്ചതിനെയാണ് ക്രോസ് ഇഞ്ചുറി പാറ്റേൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൽ പലരുടെയും ശരീരത്തിൽ എല്ലുകൾ ഒടിയുന്നതിനും തലയ്ക്ക് പരിക്കേൽക്കുന്നതിനും ഒക്കെയും കാരണമായിട്ടുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. സ്ഫോടനത്തിനിരയായ ചിലരുടെ ശ്വാസകോശം, അതേപോലെ ചെവി, വയറ് എന്നിവിടങ്ങളിലൊക്കെ കേടുപാടുകൾ സംഭവിച്ചതിന്റെ ലക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം അതിവേഗം പുരോഗമിക്കുകയാണ്. കാർ സ്ഫോടനം ഒരു സാധാരണ ചാവേർ സ്ഫോടനം ആയിരുന്നില്ല എന്നും, മറിച്ച് പരിഭ്രാന്തിയിലായ പ്രതി സ്ഫോടനം നടത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. സുരക്ഷാ ഏജൻസികൾ ഭീകര ശൃംഖലകളുമായി ബന്ധമുള്ള ഒന്നിലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയാണ്. ഫരീദാബാദ്, സഹറാൻപൂർ, അതേപോലെ പുൽവാമ, മറ്റു പ്രദേശങ്ങളിലൊക്കെയും നിന്ന് വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സമ്മർദ്ദം മൂലം ഈ പ്രതി തിടുക്കത്തിൽ പ്രവർത്തിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ വിലയിരുത്തൽ. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും, സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചവർക്ക് 5 ലക്ഷം രൂപയും, ഗുരുതരമായി പരിക്കേറ്റ ഓരോരുത്തർക്കും 5 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും അറിയിച്ചു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളിലേക്കും നിലവിൽ പുറത്തുവരുന്ന സൂചനകളിലേക്കും ഒക്കെ വളരെ വിശദമായി പോകണം. വിശകലനങ്ങളുമായിട്ട് എനിക്കൊപ്പം ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നു. ശരത്തെ, ഗുഡ് ഈവനിങ്. ഈ കേസ് അന്വേഷണം അതിവേഗം പുരോഗമിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് സമർപ്പിക്കാൻ ഏജൻസികൾക്ക് അമിത്ഷായുടെ നിർദ്ദേശം പോയിട്ടുണ്ട്. അതോടൊപ്പം സ്ഫോടന സ്ഥലത്തു നിന്നും ശേഖരിച്ച സാമ്പിളുകളുടെ വിശകലനം ഒരു വശത്ത് നടക്കുന്നു. ഇതെല്ലാം ഒത്തുനോക്കാനും സ്ഫോടനത്തെക്കുറിച്ച് കാലതാമസമില്ലാത്ത സമഗ്രമായ റിപ്പോർട്ട് നൽകാനും ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് നിർദ്ദേശവും നൽകി. അപ്പോൾ ദുരൂഹമായ പലതും നിലനിൽക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ചയടക്കം, സ്ലീപ്പർ സെല്ലുകളുടെ വ്യാപനമടക്കം. നിലവിലെ അന്വേഷണത്തിന്റെ ഗതി അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരത്ത്? സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഈ അന്വേഷണം വളരെ ഗൗരവപരമായ ഏറിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പഹൽഗാം ആക്രമണത്തെ പോലെ തന്നെ ഇതിനെ കേന്ദ്ര സർക്കാർ കാണുന്നത് എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ പ്രത്യേക 10 NIA സംഘത്തിന് തന്നെ ഇതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം വിവിധ സംസ്ഥാനങ്ങളിലെ ഏജൻസികളാണ്, പോലീസ് ഏജൻസികൾ ഇതുവരെ അന്വേഷണം നടത്തിയെങ്കിൽ ഇതിപ്പോൾ ഒറ്റ കുടക്കീഴിൽ NIAയുടെ കീഴിൽ അന്വേഷണം വരുന്നു. അന്വേഷണത്തിലെ പ്രാഥമികമായ ഒരു സൂചന എന്നുള്ളത് നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഒരു പരിഭ്രാന്തിയിൽ നടത്തിയ ഒരു സ്ഫോടനം എന്നാണ് ഇതിന് കാരണമായി NIA പറയുന്ന 3 കാരണങ്ങളാണ്. ഒന്ന്, ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഒരു ഗർത്തമോ മറ്റു കാര്യങ്ങളോ ഒന്നും രൂപപ്പെട്ടില്ല. 2, ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റവരും മരണമടഞ്ഞവരുടെയൊക്കെ ശരീരത്തിൽ ആണികളോ അല്ലെ കുപ്പിച്ചില്ലുകളോ ഇല്ല. സ്വാഭാവികം സ്ഫോടനത്തിൻ്റെ അത്യുഗ്രമായ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ നേരത്തെ സേതുലക്ഷ്മി ഫോറൻസിക്
റിപ്പോർട്ട് ശേഖരിച്ച പോലെ തെറിച്ച് വീണ് തലയിടിച്ചും അല്ലെങ്കിൽ ഈ അതിഭീകരമായ ഒരു സൗണ്ടിൻ്റെ ഒരു എക്സ്പ്ലോഷൻ്റെ ആ ഭാഗത്തുണ്ടാകുന്ന വായുവിൻ്റെ ഒരു തള്ളിക്കയറ്റം മൂലമുണ്ടായ അപകടങ്ങളും അല്ലെങ്കിൽ പരിക്കുകളും ഈ ശരീരങ്ങളിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് മൂന്നാമത്തെ കാരണം. അതുകൊണ്ട് തന്നെ ഒരു ചാവേർ സ്ഫോടനമാണെങ്കിൽ ഒരു കാർ ഇടിച്ചു കയറ്റും, പരമാവധി അതായത് ഡാമേജ് അല്ലെങ്കിൽ ദുരന്തം സൃഷ്ടിക്കാൻ വേണ്ട മുള്ളാണികൾ, ബെയറുകൾ, അതുപോലെ തന്നെ ഇരുമ്പ് സാമഗ്രികൾ, കുപ്പിച്ചില്ലുകളൊക്കെ തന്നെ ഈ കാറിൽ സൂക്ഷിക്കുമായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ കാറിലോ സ്ഫോടനം നടത്തോ ഇല്ല. പിന്നെ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഇത് ഒരു പാൻ ഇന്ത്യ മോഡൽ ആണ് എന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. ഇതുകൂടാതെ രണ്ട് പിന്നെ കാറുകൾ കൂടി ഇവർ വാങ്ങിച്ചു എന്ന ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. ആ കാറുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം കൂടി നടക്കുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു വലിയ ഒരു ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു വലിയ ഒരു ആക്രമണത്തായിരുന്നു ലഷ്കറെ അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലുകൾ, വൈറ്റ് കോളർ സ്ലീപ്പർ സെല്ലുകൾ പ്ലാൻ ചെയ്തത്. അതേപോലെ തന്നെ ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം ഡോക്ടർ ഉമ്മറിൻ്റെ, അതായത് ചാവേറായി അല്ലെ പൊട്ടിത്തെറിച്ച കാറ് ഡ്രൈവ് ചെയ്തിരുന്ന ഡോക്ടർ ഉമ്മറിൻ്റെ 5 സിം കാർഡുകൾ പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹം അന്താരാഷ്ട്ര ബന്ധം മനസ്സിലാവുന്നത്. തുർക്കിയിൽ 3 തവണ ഇസ്താംബുൾ സന്ദർശിച്ച അദ്ദേഹം അവിടെ വെച്ചായിരിക്കും ഡോക്ടർ ഉമ്മർ ലഷ്കറെ തോയ്ബയുടെ നേതാക്കളുമായും അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും ഒരു അന്താരാഷ്ട്ര ബന്ധം ഇതിനുണ്ട് എന്ന കാര്യത്തിൽ NIA സ്ഥിരീകരണമായിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കാറിൽ നിന്ന് ഈ ഉമ്മറിൻ്റെ ശരീരാവസ്ഥകൾ വീണ്ടും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 150 മീറ്റർ അകലെ കൈപ്പത്തിക്ക് പുറമെ കാലിൽ മുട്ടിൻ്റെ ഭാഗങ്ങളും ലഭിച്ചു എന്നതാണ്. ഇന്നാണ് വളരെ ഇക്കാര്യം ഫോറൻസിക് വിദഗ്ധരും ഡൽഹി പോലീസും സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ എന്താണ്, എവിടെയാണ്, പിൻസീറ്റിൽ വെച്ചുള്ള ഒരു സ്ഫോടനമാണ് എന്നാണ് ഈ നിഗമനമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തൊട്ടടുത്ത വാഹനങ്ങളിലേക്ക് തീ പടരാൻ കാരണമായ മിലിറ്ററി, അതായത് പട്ടാളം ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇത് ഉപയോഗിച്ചോ എന്നൊരു സംശയവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത്യുഗ്രമായ സ്ഫോടനമാണ്. ഒത്തിരി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ.